പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് വാഗ്ദത്തമുണ്ട്. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ ആകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും. മനുഷ്യ മനസ്സുകളിലെ ഏറ്റവും വലിയൊരു ചോദ്യമാണ്, എങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയും? വിശുദ്ധ വേദപുസ്തകം നാം അനുഗ്രഹിക്കപ്പെടുവാനുള്ള പല വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനകത്ത് നാം അനുഗ്രഹിക്കപ്പെടുവാനുള്ളൊരു വഴിയാണ് ഇന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. നിരാശ വേണ്ട, സങ്കടം വേണ്ട, വിഷമിക്കേണ്ട, നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയൊരു ആത്മീക ദൂതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാണ്? നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ തന്നെ പറയാൻ ശ്രമിക്കണം, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് വാഗ്ദത്തമുണ്ട്. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ ആകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും. ഇവിടെ പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ പറയുകയാണ്, ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾ തന്നെത്താൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ, അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ, അബ്രഹാമേ നീ ഒരു അനുഗ്രഹമാണ്, നിന്നെ ആരനുഗ്രഹിച്ചാലും അവരെ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നീ നിന്നെ തന്നെ അനുഗ്രഹിക്കുമ്പോൾ സത്യദൈവത്താൽ നീ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളത് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. നമുക്ക് പറയാം, കർത്താവേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് സത്യദൈവത്താൽ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. കണ്ണുകളിൽ അടച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒത്തിരി മനുഷ്യർ ഈ ഭൂമിയിൽ ശാപം ചുമന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അങ്ങയുടെ അനുഗ്രഹം ചുമന്നുകൊണ്ട് ജീവിക്കുവാൻ ഓരോ ദിവസവും ഞങ്ങൾക്ക് തന്ന കൃപയ്ക്ക് നന്ദി പറയുന്ന കർത്താവ്, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും ഞങ്ങളെ തന്നെ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുമെന്നുള്ള ഉറപ്പും വിശ്വാസത്തോടും കൂടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്താൽ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. ഗോഡ് ബ്ലെസ് യു.